Hi students, നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിനകത്ത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള എന്നുവെച്ചാൽ ഒരു നിശ്ചിത നീളമുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ്. ഞാനൊരു ചിത്രം വരയ്ക്കാം. ഇത് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത കുറവുള്ളൊരു ഭാഗമാണ്, എന്നാലും നമുക്ക് ലീവ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറാണ്. ആ കണ്ടക്ടർ നമുക്ക് എ ബി എന്ന് പേര് വിളിക്കാം. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് പി. ആ പോയിന്റ് ഇത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. ഐ ആണ് കറണ്ട് ക്യാരിങ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്ന് ആ പോയിന്റ് ഡി അകലത്തിലാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും എഴുതി വെക്കണം, എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കണം. അപ്പോൾ ചോട്ടിൽ എഴുതി വെക്കേണ്ട എന്തൊക്കെയാ? അപ്പോൾ ആദ്യം എഴുതേണ്ടത് എ ബി ഈക്വൽ ടു എ ഫൈനൈറ്റ് സ്ട്രെയിറ്റ് ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഐ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ ബി. ഓക്കെ, പിന്നെ ഡി ഈക്വൽ ടു എന്താണെന്ന് എഴുതണം. ഡി എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദി കണ്ടക്ടർ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കണ്ടക്ടറിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് പിയിലേക്ക് ലൈൻ വരയ്ക്കുക. ഓക്കെ, അതുണ്ടാക്കുന്ന ആംഗിൾ ആയിക്കോട്ടെ φ1 φ2. ഒരുപാട് ആംഗിൾസ് എഴുതും കേട്ടോ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. φ1 φ2. ശരി, നമുക്കതിനൊരു കഷ്ണം എടുക്കാം. കണ്ടക്ടറിലെ ഒരു ചെറിയ കഷ്ണം എടുക്കാം. പേര് വിളിക്കാം സി ഡി. ഓക്കെ, സി ഡി വളരെ ചെറുതാണ്, അതിൻ്റെ നീളം ഡി എൽ ആണ്, സ്മോൾ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെ എഴുതണം? ഡി എന്താണെന്ന് എഴുതി. φ1 ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ the line drawn from A to P and perpendicular distance. φ2 the angle between the line drawn from B to P and perpendicular distance. CD φ2 എന്താണെന്ന് എഴുതണം. CD equal to a small length of conductor of length DL. ഇവിടുന്ന് ഇത് അത്രയും ചെറുതാണ് കേട്ടോ, സി ഡി അത്രയും ചെറുതാണ്. സോ ക്ലോസ് റൈറ്റ്. പിയിലേക്ക് വരച്ച ഈ ആംഗിളാണ് φ. ഒരുപാട് ആംഗിളുകളുണ്ടേ. φ ഇത് വളരെ ചെറുതാണ്, സോ സ്മോൾ. ഈ ആംഗിളാണ് ഡി φ. വളരെ ചെറുതാണ്, അത്ര ചെറുതാക്കി എനിക്ക് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു മാത്രം. ഇനി സി ഡിയിൽ നിന്ന് അപ്പോൾ ഓരോന്ന് എഴുതണം. φ എന്താണെന്ന് എഴുതണം. Angle between the line drawn from C to P and D. D phi, the angle made by CD to P. Okay. ഇനി ഈ ദൂരാണ് R. R എന്താണെന്ന് എഴുതണം. Distance from the current element to the point P. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ φ1 ഇങ്ങോട്ടേക്ക് എടുത്ത ആംഗിളാണ്, ഓർമ്മയുണ്ടല്ലോ. φ2 അങ്ങോട്ടേക്ക് എടുത്ത ആംഗിളാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു സ്മോൾ എലമെന്റ് സി ഡി. അങ്ങനെ എഴുതാം. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു സി ഡി. നമുക്കതിനെ ഡി ബി എന്ന് വിളിക്കാം. നമ്മൾ പഠിച്ചു ബയോട്ട് സവാർട്ട്സ് μ0/4π IDL sin θ by r square. അത് പറയാൻ മറന്നുവല്ലോ. തീറ്റ ഇതാണ് കേട്ടോ, സി ഡിയും ആറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ തീറ്റ എന്താണെന്ന് എഴുതണം. തീറ്റ ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് എലമെന്റ് ആൻഡ് the line drawn from current element at the point. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഡി ബി. ഡി ബി എന്ന് വെച്ചാൽ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ്.
അതിലിനി ചെറിയ ചില മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നടത്തണം. നമുക്ക് ഇവിടുന്ന് ഒരു നോർമൽ വരയ്ക്കാം. ഇവിടത്തേക്ക് n. ഇതിൽ ഈ സി ഡി വളരെ ചെറുതായതുകൊണ്ട് ഈ ആംഗിളും എന്ത് തന്നെ സെയിം തന്നെ. സിൻസ് സി ഡി ഈസ് വെരി സ്മോൾ, angle NDC equal to angle PCA equal to theta. ഇതിൽ സംശയത്തിനൊന്നും സാധ്യതയില്ലല്ലോ. ഇനി നമുക്ക് സൈൻ തീറ്റ എന്താന്ന് നോക്കാം. വാട്ട് ഈസ് സൈൻ തീറ്റ? ഇവിടുന്ന് സൈൻ തീറ്റ എടുത്താൽ സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. Sorry, hypotenuse. So it is Cn by dl. So Cn equal to dl sin theta. അതവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് ഇവിടുത്തെ d5 എന്താണെന്ന് നോക്കാം. d5 ആംഗിൾ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് പോലെ. So d5 equal to ആർക്ക് ലെങ്ത് is Cn tan d5 ആവുകയാണ് സ്മോൾ ആംഗിൾസ്, Cn by r. അപ്പോൾ അവിടുന്ന് Cn ഈക്വൽ ടു ആർ d5 എന്ന് വരും. ഇവനെ നമ്മൾ ഇക്വേഷൻ 1 എന്നും ഇവനെ ഇക്വേഷൻ 2 എന്ന് വിളിച്ചാൽ ഫ്രം 1 and 2 നമുക്ക് എന്താ കിട്ടുക? ആർ d5 ഈക്വൽ ടു dl sin theta എന്ന് വരും. So sin theta equal to r d5 by dl. Therefore db എന്താവും? db equal to mu 0 by 4 pi ഒരു കോൺസ്റ്റന്റ് ആണ്. I dl അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ സൈൻ തീറ്റയ്ക്ക് പകരം നമ്മൾ r d5 by dl എന്നിടാം. ബൈ പിന്നെ അവിടെയുള്ള ആർ സ്ക്വയറും. അതിൽ ഒരാറും ആർ സ്ക്വയറുമായിട്ട് പോയി, ഡി എല്ലുമായിട്ട് പോയി. അപ്പം എന്ത് കിട്ടും? mu 0 by 4 pi I d5 by r എന്ന് കിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു ആംഗിൾ എടുക്കാം. കുറച്ച് നീളമുണ്ട് അല്ലേ? അത്ര പ്രധാനപ്പെട്ട സാധനമാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. നമ്മൾ കോസ് ഫൈ എടുക്കാം. കോസ് ഫൈ എടുത്താൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ hypotenuse. Adjacent side is what? D. So it is D by R. അപ്പോൾ നമുക്ക് ഇവിടെ 1 by R ന് പകരം cos phi by D എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡി ബി എന്താവും? ഡി ബി ഈക്വൽ ടു mu 0 by 4 pi into I d5 into 1 by R ന് പകരം cos phi by D എന്ന് കിട്ടി. Isn't it? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇത് ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? ഇത് മൊത്തം കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനത്തെ ചെറിയ 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 കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് പോകാം. അപ്പോൾ ഈ ആംഗിൾ ഇങ്ങനെ കൂടി വരും, ശരിയല്ലേ? സി ഡി അവിടെ നിർത്ത്. അപ്പോൾ ആ ഫൈ ഇങ്ങനെ കൂടി φ2 വരെ പോകും. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കൂടി -φ1 വരെ പോകും. അപ്പം -φ1 മുതൽ φ2 വരെ ആ ഫൈ ഇങ്ങനെ മാറണം, അതിങ്ങനെ കൂടുന്നതിനനുസരിച്ച്. യു ഗോട്ട് ഇറ്റ്? അപ്പം നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ mu 0 I by 4 pi d integral -φ1 to φ2 cos phi d phi. So that is equal to mu 0 I by 4 pi d integral cos phi d phi is sin phi starting from -φ1 to φ2. That is equal to mu 0 I by 4 pi d into sin φ2 minus
സോറി സൈൻ ഫൈ ടു മൈനസ് സൈൻ മൈനസ് ഫൈ വൺ. അത് വരും മ്യൂ 0 I by 4 pi d into sin phi 1 plus sin phi 2. ഇപ്പം കിട്ടിയതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടർ ഓർ സ്ട്രെയിറ്റ് ലൈൻ ഫൈനൈറ്റ് ലോങ് കണ്ടക്ടർ. ഓരോ ടേം അറിയണം. ഐ എന്നാൽ കറണ്ടാണ്, ഡി എന്നാൽ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. കണ്ടില്ലേ, ഇത് ഈ ആംഗിൾ 90 ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫൈ വണ്ണും ഫൈ ടുവും രണ്ട് എൻഡ് പോയിന്റ്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആണ്, പി യു ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആണ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷനും സ്പെഷ്യൽ കേസസും ഉണ്ട്. അടുത്തത് നോക്കാം.